ബീഹാറിലെ പാട്ന സിറ്റി, ക്യാപിറ്റൽ സിറ്റി, ബങ്കിപ്പൂരിൽ നിന്ന് കിട്ടിയ സെറ്റ് ബാക്ക്, അതായത് ബി ജെ പിയുടെ ആട്ടപാടലം, അതായത് ടോപ്പ് ടു ബോട്ടം, അവരുടെ എലക്ഷൻ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, ഈ സോ കോൾഡ് അവർ പറയുന്ന ഇൻ്റലക്ച്വൽസ്, ഇവരെല്ലാം ഷോക്കാക്കിയിരിക്കുന്ന വിഷയമാണ്. ചെറിയ ഷോക്കല്ല ഇത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെയും ബീഹാറിലുള്ള ലീഡേഴ്സിനെയും വിളിച്ച്, അതായത് 2 ദിവസം കൂടി ഡിസ്കഷൻ നടക്കുക, എന്താണ് സംഭവിച്ചത്, ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ഈ പറയുന്ന ബങ്കിപ്പൂർ പാട്നയിലുള്ള ചില RSS BJP നേതാക്കളെ വിളിച്ചു, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാരെ വിളിച്ചു. അപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ പറയാൻ, എന്താണ് ഇവർ ചോദിക്കുന്നത്, ഇതിന് പ്രസക്തിയുണ്ട്. അതായത് കേരളത്തിൽ ഈ സംഘപരിവാറിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഹാർഡ് കോർ ഹിന്ദുത്വമുണ്ട്, സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. ചിലവന്മാർ പൊട്ടന്മാരെ ഈ മറ്റേ രാവിലെ എണ്ണിച്ച് ഇത്ര സാലറി കിട്ടി ഇത്ര പേരെ തെറി വിളിക്കുന്നവരുണ്ട്. അപ്പം അതേപോലൊരു കൂട്ടത്തെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തു. ഒരു ഹിന്ദുത്വ രീതിയിലുള്ള പൊളിറ്റിക്സും അതിനു വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി വെച്ചു. അപ്പം ഇത് ബേസിക്കലി BJPയുടെ എലക്ഷൻ മാനേജ്മെൻ്റ് ആയിരുന്നു. അയോധ്യ ക്ഷേത്രത്തിൻ്റെ പണി തീർന്നു. പിന്നെ ഇവരീ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന സംഭവം, ഈ ഹിന്ദു ഖത്രാമേ ഭയങ്കര ഡേഞ്ചറിലാണെന്നൊക്കെ പറയുമ്പോൾ, ഈ പറയുന്ന ഹിന്ദുക്കളെ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളത് ഹിന്ദുക്കളാണ്. അതായത് എംപ്ലോയ്മെൻ്റ് അല്ല, ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഹിന്ദുക്കളാണ്. ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയിഡ്, പഠിച്ചിട്ടും ജോലി കിട്ടാതിരിക്കുന്നതും പ്രോപ്പർ ജോലി കിട്ടാതിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കാണ്. ഈ ചോദ്യമുണ്ട്, ഈ ജോലിക്ക് ഇതിനു വേണ്ടി എന്താണ് മോദി ഗവൺമെൻറ് ചെയ്തത്? മറ്റുള്ളവരുടെ കാര്യമെല്ലാം മാറ്റിവെച്ചേരെ. ഒരു അമ്പലമായിരുന്നോ ഈ ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ ഇവരുടെ ഫിലോസഫി? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുണ്ടാക്കിയത്? അതായത് ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്ലോപ്പായി മാറി. കാരണം അതിനൊരു ലക്ഷ്യമില്ല. എന്തൊക്കെ വാഗ്ദാനമാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 കാശ്മീർ ഏകദേശം 7 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്നോട് അവിടുത്തെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ചോദിച്ച ചോദ്യമുണ്ട്. കാരണം ഇയാൾ അവിടെ ചിലപ്പോൾ ഈ കാശ്മീരിൽ ചില വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കച്ചവടമായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പം ഇയാൾ എന്നോട് ചോദിച്ച ചോദ്യം, ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടുന്ന് ഇത്രത്തോളം കാശ്മീർ പണ്ഡിറ്റുകളെ പുറത്താക്കി, അവിടെ ടെററിസം വന്നു, ഭയങ്കര രീതിയിൽ വന്നു, എന്നിട്ട് ആർട്ടിക്കിൾ 370 കൊണ്ടുവന്ന് വലിയ ഒച്ചപ്പാടുണ്ടാക്കി, വലിയ സംഭവമാണെന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ സമ്മതിച്ചു. ഇവർ മുന്നിൽ വെച്ച സംഭവമുണ്ട്. ഈ കാശ്മീരി പണ്ഡിറ്റുകൾ ഡൽഹി ഉൾപ്പെടെ പല സിറ്റികളിലും നിങ്ങൾക്ക് കാണാം, ഇവരെവിടാണ് റീഹാബിലിറ്റേറ്റ്, ഇവരുടെ ജീവിതമൊക്കെ വലിയ കഷ്ടമാണ് സംഭവം. കാരണം സ്വന്തം ലാൻഡ് ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്ത് നിൽക്കുന്ന ഒരു കൂട്ടര്. എത്ര കാശ്മീരി പണ്ഡിറ്റുകളെ അവർക്ക് തിരിച്ച് കാശ്മീരിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എത്ര പേരെ എത്രമാത്രം സാധിച്ചു? RSSൻ്റെ അജണ്ട എന്തുമായിരുന്നു? അവരെന്തായാലും ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഹിന്ദു രാജ്യം, ഹൈന്ദവ രാജ്യം ഇന്ത്യയിൽ ഉണ്ടാവണം, അങ്ങനാണെങ്കിൽ മാത്രമേ ഹിന്ദുക്കൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇതാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ അകത്ത് വലിയ മാറ്റം കൊണ്ടുവരണം, ഹൈന്ദവ രീതിയിലുള്ള മനുസ്മൃതി മാറ്റം കൊണ്ടുവരണം. എന്നിട്ടിത് കൊണ്ടുവന്നിട്ട് പശുവും മൂത്രവും ചാണകവും കുരങ്ങനും ഈ സാധനമാണോ കൊണ്ടുവന്നത്? ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇവർ ഈ ചോദിക്കുന്നതിന് പ്രസക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് നിന്നിട്ട് കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ബീഹാറിൽ ഈ പറയുന്ന ബങ്കിപ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 14 മുതൽ 16% അപ്പർ കാസ്റ്റ് കായസ്റ്റ് ആ കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അത് ഞാൻ ഈ പറയുന്ന മെയിനായിട്ട് ആ പാട്നയുടെ ഹൃദയഭാഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പാട്ന യൂണിവേഴ്സിറ്റി, ഗാന്ധി മൈതാൻ, അങ്ങനെയുള്ള സംഭവങ്ങളും പ്രധാനപ്പെട്ട കോളേജുകളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ അപ്പർ കാസ്റ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഇവിടെ ഈ പ്രദേശത്ത് ശ്രദ്ധിച്ച് കേൾക്കുക, ഏകദേശം 20 മുതൽ 25,000-ഓളം RSS, അതായത് 100% RSS കേഡേഴ്സ് ഉള്ള സ്ഥലമാണ്.
അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് തള്ളിക്കളയേണ്ട പ്രാധാന്യമല്ല. 25,000, അതായത് പ്രോപ്പർ ഫുൾ ടൈം, അതായത് ജോലി ഉണ്ടെങ്കിലും ഏത് സമയത്തും RSSന് വേണ്ടി നിൽക്കുന്നൊരു കൂട്ടർ. അതായത് ബീഹാറിൽ എവിടെങ്കിലും ഇലക്ഷൻ നടക്കുമ്പോൾ, അതായത് ആ സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടുന്നുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ബീഹാറിൻ്റെ പല സ്റ്റേറ്റിൽ പോയിട്ട് BJPക്ക് വേണ്ടിയും ഈ പറയുന്ന പ്രവർത്തിക്കുന്നത്. അതേപോലെ പണം, കാരണം ഹയസ്റ്റ് കമ്മ്യൂണിറ്റി അവിടുത്തെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്, അവർ പണം മുടക്കുകയും ചെയ്യും. അപ്പോൾ ഈ എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന ബങ്കിപ്പൂരിൽ BJP കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന നിതിൻ നബീൻ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇപ്രാവശ്യം അത് ഏകദേശം 20,000 വോട്ടുകൾക്കാണ് BJPയുടെ ബങ്കിപ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസി പ്രശാന്ത് കിഷോർ ജയിച്ചിരിക്കുന്നത്. അതിന് പ്രാധാന്യമുണ്ട്. അതായത് അപ്പർ കാസ്റ്റ് മാത്രമല്ല BJPക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ 8% വരുന്ന മൈനോറിറ്റിയും ദളിറ്റ്സും വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്തു. അപ്പം ഈ 12 വർഷം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതായത് ജനങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട്, ഹോപ്പ്. അത് പൂർണ്ണമായിട്ടും ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഡബിൾ എഞ്ചിനാണ് ഈ സംഭവം. അവിടെ കേന്ദ്രത്തിലെ BJP ഭരിക്കുന്ന ആ സ്റ്റേറ്റ് നിതീഷ് കുമാറിനെ BJP നേരത്തെ സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ട് സാമ്രാജ് ചൗധരി BJPയുടെ അടുത്ത മുഖ്യമന്ത്രിയായി. ചോദ്യമുണ്ട്, എന്താണ് ഹിന്ദുക്കൾക്കും ഹിന്ദുത്വവാദത്തിനും ഇന്ത്യയിൽ കിട്ടിയ പ്രോഗ്രസ് എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പം അവർക്ക് കിട്ടിയേക്കുന്ന മുഴുവൻ സെറ്റ് ബാക്കുകളാണ്, വൺ ബൈ സെറ്റ് ബാക്ക്. അപ്പോൾ അവിടുത്തെ ഒരു സാധാരണ ഒരു ട്രേഡർ, ഒരു ആവറേജ് ട്രേഡർ, ഞാൻ അയാളെ വിളിച്ചു സംസാരിച്ചു. കാരണം അവിടുത്തെ ഒരു പത്രക്കാരൻ തന്നെ, കാരണം അയാൾ ഈ BJPക്കും RSSനൊക്കെ ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഒരു ഫുൾ ടൈമായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന BJPയുടെ RSSൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം അയാളുടെ 3 മക്കളുണ്ട്. 3 മക്കൾ, 2 പേര് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് 2 പേർക്കും ജോലിയില്ല. അയാളുടെ മകളുണ്ട്, അവസാനം ഈ MBBS കോഴ്സ് കഴിഞ്ഞിട്ട് MDക്ക് മനസ്സിലാക്കിയ അഡ്മിഷൻ കിട്ടിയില്ല. ഇതാണ് സ്ഥിതി. അതായത് മനസ്സിലാക്കുക, 2 മക്കളെ അയാൾ പണം കൊടുത്ത് പഠിപ്പിച്ചു. അപ്പർ കാസ്റ്റാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ പണം കൊടുത്ത് പഠിപ്പിച്ച 2 മക്കൾക്കും പ്രോപ്പർ ജോലിയില്ല. കാരണം ആ സ്റ്റേറ്റിൽ മറ്റുള്ളടത്ത് പോയി ചെറിയ രീതിയിൽ ഈ പറയുന്ന ആമസോണിലോ ഇവിടെയൊക്കെ ഡെലിവറി ചെയ്ത് ജീവിക്കുക. കാരണം അവർക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്ത് ജോലി? ഇത്രയും പണം കൊടുത്ത് പഠിപ്പിച്ചാണ് പേരൻസ്. ബന്ധുക്കൾ ചോദ്യം ചോദിക്കും. ഇയാൾ തുറന്നങ്ങ് പറഞ്ഞു, മകളുടെ കാര്യം ഈ രീതിയിൽ പോകുന്നു. അയാൾ പറയും, ഞാൻ എന്തിനാണ് ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് തന്നെയാണ് BJPയിലുള്ള, അതായത് RSSനെ അനുകൂലിക്കുന്നവരും ഈ പറയുന്ന മോദിയെ അനുകൂലിക്കുന്നതും ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രത്തെ പറ്റി പറയുന്നത്? അപ്പം അതിനേക്കാൾ എത്രയോ മെച്ചമാണ് പുതിയ ആൾക്കാർ വരട്ടെ. അതുകൊണ്ടാണ് പ്രശാന്ത് കിഷോറിനെ അയാൾ പറയുകയാണ്, അയാൾക്ക് എന്ന് മുതൽ ഓർമ്മയുണ്ട്, അന്ന് മുതൽ അയാൾ BJP, അതിനു മുമ്പ് ജൻസംഘ്, അതിനൊക്കെ വോട്ട് ചെയ്തൊരാളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അയാളുടെ പിതാവ് ഉൾപ്പെടെ. അയാൾ ഇപ്രാവശ്യം അത് മാറ്റി ചെയ്തു. അതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതാണ് BJP സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഭയമുണ്ടാക്കിയത്. ബങ്കിപ്പൂരിൽ അതുണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇതാണ് ചോദ്യത്തിൻ്റെ ഘടകം. അതായത് ഇന്ത്യൻ സിറ്റികൾ എടുക്കുക. ഇന്ത്യൻ സിറ്റികളാണ് BJPയുടെ കോട്ടകൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ സിറ്റികൾ 90% BJPയുടെ കൂടെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ 30% മതി. അങ്ങനെയാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്. അങ്ങനെയാണ് BJP ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അധികാരത്തിൽ വരുന്നത്. അതായത് 2 ടയർ 3 ടയർ 4 ടയർ സിറ്റികൾ. ഈ സിറ്റികളിലെ 90% സീറ്റുകൾ ഒരു ഭാഗത്ത് അവർക്ക് കിട്ടുമ്പോൾ ഈ പറയുന്ന റൂറൽ ഇന്ത്യ, ഗ്രാമപ്രദേശങ്ങളിൽ അവർക്ക് 20 മുതൽ 30% സീറ്റുകൾ മതി. അവർ ഈസി ആയിട്ട് അധികാരത്തിൽ വരും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡൽഹിയിൽ 7ഓളം പാർലമെൻ്ററി സീറ്റുകളുണ്ട്, പാർലമെൻറ്റ് സീറ്റുകളാണ്. ഈ 7 സീറ്റിലും BJP ആണ് കഴിഞ്ഞ 12 വർഷം അല്ലെങ്കിൽ 15 വർഷം
അതുകൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന BJP മാത്രമേ ജയിക്കത്തുള്ളൂ പാർലമെൻറ്റിൽ. ഈ പറയുന്ന ആം ആദ്മിക്ക് ഒരു കുന്തം ഉണ്ടാക്കാൻ കോൺഗ്രസ് കംപ്ലീറ്റ് ഔട്ടായിപ്പോയി. അപ്പം എന്തുകൊണ്ട്? അതാണ് ഈ പറയുന്ന സിറ്റികൾ. ഈ സിറ്റികൾ BJPയെ കൈവിടുകയാണ്. ഇതാണ് BJPയുടെ എലക്ഷൻ മാനേജ്മെൻറ്റും എലക്ഷൻ എഞ്ചിനീയറിംഗ് എക്സ്പേർട്ടുകളും പറയുന്നത്. ഇത് താപ്പോട്ട് പോവുകയാണ്, മേപ്പോട്ട് വരാൻ പാടാണ്. അപ്പോൾ പല BJP നേതാക്കളും പറയുന്നുണ്ട് അവരത് റെക്ടിഫൈ ചെയ്യും. എവിടെ കൊണ്ടിട്ട് റെക്ടിഫൈ ചെയ്യും? എവിടെ കൊണ്ടിട്ട് ഇത് റെക്ടിഫൈ ചെയ്യുന്നത്? ഇത് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിലുണ്ടാവണം, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി എഴുതണം. കാരണം ഇവിടെ സ്കൂളുകൾ പൂട്ടുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം 1 ലക്ഷം സ്കൂളുകളാണ് പൂട്ടിയത്. ഒരു ദിവസം 25 സ്കൂളുകൾ വെച്ചാണ് നോർത്തേൺ ഇന്ത്യയിൽ പൂട്ടുന്നത്. ഇതാണ് സ്ഥിതി. അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മാറ്റാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാകും, കുട്ടികളുടെ കുറവ്. അങ്ങനെ ഇവിടെ ബർത്ത് റേറ്റിന് കുറവുണ്ടായിട്ടില്ല. ഈ പറയുന്നത് 140 കോടിയാണ്. അപ്പോൾ ബർത്ത് റേറ്റിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. സിറ്റികളിൽ, അതായത് ഇന്ത്യൻ സിറ്റികളിൽ ബർത്ത് റേറ്റ് കുറഞ്ഞു. അവിടുത്തെ ജനസംഖ്യ ഗ്രാജുവലായിട്ട് കുറയുകയാണ്. ഇനി അടുത്ത സംഭവം അടുത്തൊരു പോയിന്റ് ഉണ്ട്. കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു ഒപ്പോസിഷൻ ആകാൻ സാധിക്കുമോ? ഈ പറയുന്ന ബീഹാർ തരുന്ന വലിയൊരു തെളിവുണ്ട്. കോൺഗ്രസ്സോ RJDയോ ഈ ട്രഡീഷണൽ പാർട്ടികൾക്ക് BJPയെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനകത്തുള്ളതൊരു ഹാർഡ് കോർ ഹിന്ദുത്വയാണ്. അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കോൺഗ്രസ് പലയിടത്തും UPയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പശുവുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ് കോർ ഹിന്ദുത്വയിലോട്ട് പോയി. ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഫെയിലിയർ എന്ന് ഞാനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ഉണ്ടായി. BJP വന്ന ശേഷം പല സ്റ്റേറ്റുകളിൽ അറ്റാക്ക് ഉണ്ടായി. അവർ താമസിക്കുന്ന അവരുടെ പള്ളി, ഇതൊക്കെ ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ ഇത് എന്നാണ് ഇത് ഉണ്ടായ കൺസ്ട്രക്ഷൻ ചെയ്തതെന്ന് ആദ്യം പിടികിട്ടണം. സ്വാതന്ത്ര്യത്തിന് മുമ്പേ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ കുറച്ച് മുസ്ലിങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം 2026 ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി പറയുന്നത് അത് ഇല്ലീഗലാണ് എന്ന്. ഇതേപോലെ തന്നെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇടിച്ചു കളയുന്നു, പൊളിച്ചു കളയുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓർഡർ മേടിക്കുന്നു, ഒരു ലോക്കൽ കോർട്ടിൻ്റെ ഓർഡർ മേടിക്കുന്നു, അത് ഹൈക്കോർട്ടിൻ്റെ ഓർഡർ മേടിക്കുന്നു, അതല്ലെങ്കിൽ അതിനെ പൊളിച്ച് ദൂരെ കളയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇടപെടേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇത് ചെയ്യരുത് എന്നിവർ പറഞ്ഞിട്ടുണ്ട്. പറയാത്തതിൻ്റെ കാര്യം എന്താ? ഇവർക്കറിയാം ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ആവശ്യമാണ്. കാരണം ഹാർഡ് കോർ ഹിന്ദുത്വയാണ്. അത് ഇന്ത്യയിൽ നടക്കത്തില്ല. അതാണ് പ്രധാനമെന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ആകുക, അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് ആകുക. അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് സെൻട്രിൽ നിന്നൊരു പൊളിറ്റിക്സ് വലിയ പാടാണ് ഇന്ത്യയിൽ. അതുപോലെ കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഒബ്ജക്റ്റീവായിട്ട് കാര്യം എന്ത് ചെയ്യണം, മോദിയെ എങ്ങനെ ചലഞ്ച് ചെയ്യണം എന്നറിയത്തുമില്ല. പ്രത്യേകിച്ച് രാഹുൽ എന്ന് പറഞ്ഞ മരമണ്ടൻ എന്നൊന്നും അറിയത്തുമില്ല. കാരണം അയാളെ ഇങ്ങനെ ഈ പറയുന്ന ഈ കൊച്ചു കുട്ടികളെ പോലെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മുഴുവനും പ്രശ്നമുണ്ടായി. അത് പോളറൈസ് ചെയ്തൊരു സപ്പോർട്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു, കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. അമേരിക്കയിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ദളിത് പയ്യൻ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം. അവർ കോൺഗ്രസ് പറഞ്ഞ തിയറിയിലൊന്നും അല്ല അവർ നിന്നത്. കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്തോ? ഇല്ല. കോൺഗ്രസ് ഇപ്പോഴാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ഈ പറയുന്ന ജൻസുരാജിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തേ ഇല്ല. ഇവിടെ അങ്ങനെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് BJP എതിർക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ വെടിതീരുന്നതിൻ്റെ കാര്യം ഇതാണ്. അതായത് ഇപ്പോൾ ജൻസ്വരാജ് അവർ വെക്കുന്ന ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊന്നും കോൺഗ്രസിനും ഇത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് ഈ ജൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫോറം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ഫോറം, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെ ഫോറം, സോഷ്യൽ മീഡിയ ഫോറം, അവർ വ്യക്തമായിട്ട് സ്റ്റുഡൻസുമായിട്ടും ചെറുപ്പക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും.
ആ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്തത്? അവിടെയാണ് ഫെയിലിയർ എന്ന് പറയുക. കാരണം അവർ ആ രീതിയിൽ വളർന്നിട്ടില്ല. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇഷ്യൂസ് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നത് ഇന്ത്യയിലെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അറിയത്തില്ല. ജന്തർ മന്ദറിൽ സത്യാഗ്രഹം കയറിയിരുന്നു CJP. ഈ സോനം ബാങ്ചുക്ക് എന്ന് പറഞ്ഞ അവസാനം സപ്പോർട്ടീവായിട്ട് വന്നിരുന്നേ ഉള്ളൂ. ആ സംഭവത്തിൽ ഞാൻ കണ്ട ഒരു സംഭവം, ഈ കുട്ടികളെന്ന് പറയുന്നത് പിന്മാറാൻ തയ്യാറല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ, അതായത് കഴിഞ്ഞ 30 വർഷം വരെ ഞാൻ കഴിഞ്ഞ ഡൽഹിയിലുണ്ട്, ഇതേപോലെ ഒരു സമരം കോൺഗ്രസ് പാർട്ടിക്കോ BJPക്കോ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്കോ ഡൽഹിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ വൈഡ് സ്പ്രെഡായിട്ട് ഈ സമരം, അതായത് CJP നടത്തിയ സമരം ബീഹാറിലോട്ടും ഇന്ത്യയുടെ പല സിറ്റികളിലോട്ടും തിരിക്കുവാൻ വേണ്ടിയും ഈ പറയുന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റിനും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ചെറുപ്പക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്ര കൃത്യമായിരുന്നു. മോദിക്കെതിരെയായിരുന്നു ഈ സംഭവം. എന്നിട്ട് കോൺഗ്രസിൻ്റെ പല ലീഡേഴ്സും ഈ പറയുന്ന CJP നേതാക്കളെ പറ്റി പറഞ്ഞത്, അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളെ പറ്റി, അഭിജിത്ത് ദിഗ്വിയെ പറ്റി പറഞ്ഞത് ഇത് BJPയുടെ B ടീമാണ്. അതാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇപ്പം ജൻ സ്വരാജ്, പ്രശാന്ത് കിഷോർ, അയാളെ പറ്റി പറയുന്ന BJPയുടെ B ടീം. കാരണം ഇവർക്കൊക്കെ മനസ്സിലായ സംഭവമുണ്ട്, ഇവർ രണ്ടും എതിർക്കുന്നത്, അതായത് ഇതേപോലെയുള്ള ഇന്നത്തെ പൊളിറ്റിക്കൽ ഫോറങ്ങളും പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റുകളും പുതിയതായിട്ട് എമേർജ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സെനാരിയോയിലെ ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ ഇൻഡിവിജ്വൽസും പാർട്ടികളും എതിർക്കുന്നത് ആരെയാണ്? മോദിയെയാണ്, BJPയാണ്, RSSനെയാണ്. അതേപോലെ എതിർക്കുവാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാര്യം എന്താണ്? ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് BJP RSSനെ ഇതേപോലെ, അതായത് CJP എതിർത്ത പോലെ? കാരണം മനസ്സിലാക്കുക, മോദിയെ അട്ടപ്പട്ടലമാണ് ഇവർ തെറി വിളിച്ചത്. അത് ചെറിയ രീതിയിൽ എക്സ്ട്രീമായിട്ടാണ് അവർ പോയത് BJPക്കെതിരെ, RSSനെതിരെ. അതാണ് RSS ഷോക്കായിട്ട് ഈ പറയുന്ന ബോംബെയിൽ ഔട്ട്റീച്ച് ഉണ്ടാക്കിയതിൻ്റെ കാരണം. RSS ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. ഒന്നാമത് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക്, ജെൻസിക്കകത്ത് എവിടെ RSS ഇല്ല. ഇപ്പം എൻ്റെ തലമുറയിലുള്ളവർക്ക്, ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുള്ളവർക്ക് RSSുമായിട്ട് ബന്ധമുണ്ടാകാം, ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാകും. ജെൻസി എന്ന് പറഞ്ഞ തലമുറ ഒരു കാരണവശാലും ഈ സോഫ്റ്റ് ഹിന്ദുത്വ അല്ല, അവർ ഹാർഡ് കോർ ഹിന്ദുത്വ അല്ല, അവർക്കൊരു ഹിന്ദുത്വ ഇല്ല. അവരുടെ പേരങ്ങനെയാണ്, പക്ഷെ അവർക്ക് മതമില്ല, ജാതിയില്ല, വർഗമില്ല. അത് ഈ പറയുന്ന ഹൈപ്പർ നാഷണലിസവും ഇല്ല. ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയാം എന്താണ് ഹൈപ്പർ നാഷണലിസം, എന്താണ് ഇവിടുത്തെ മീഡിയയും BJPയും പ്ലേ ചെയ്യുന്ന ഹൈപ്പർ നാഷണൽ, ദേശീയ, അതായത് നോർമൽ നാഷണലിസം എന്താണെന്ന് അതിന് അടുത്തൊരു വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ തിളച്ചു മറിഞ്ഞത്, അതായത് ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞത് മോദിയുടെ അവസാനത്തിലോട്ട് പോവുകയാണ്. BJPയുടെ മാത്രമല്ല അവസാനം, ഇത് RSSനെയും കൂടെ തീർക്കുകയാണ്. ഇന്ത്യയിൽ ഹിന്ദുത്വവാദികളുടെ ഒരു മൂവ്മെൻറ്റിനെ വെടിതീർക്കുകയാണ്. അതാണ് സിറ്റികളിൽ കാണുന്നത്. ഇത് വെടി തീർന്നു കഴിഞ്ഞാൽ ഇതില്ലാതായിരുന്നു. കാരണം സിറ്റികളിൽ കൂടാണ് ഈ RSS കയറി വന്നിരിക്കുക, അതല്ലാതെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലല്ല. ഇന്ത്യയിലെ ഹിന്ദുത്വയായ BJP എന്ന് പറഞ്ഞ അർബൻ പാർട്ടിയാണ്, റൂറൽ പാർട്ടി അല്ല. പിന്നീട് അതിന് ക്ലച്ച് പിടിച്ച് റൂറലിലോട്ട് പോയി എന്നേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പം അർബൻ സിറ്റികളിൽ ഇത് തീർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന BJP RSSും ഹിന്ദുത്വവാദികളും സംഭവം തീർന്നങ്ങ് പോകും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതാണ് BJP ഏറ്റവും അലട്ടുന്ന പ്രശ്നം. കാരണം തീർന്നു കഴിഞ്ഞാൽ ഈ സാധനം എന്നേക്കുമായിട്ട് തീർന്നു പോകും, പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാകും. ഇതുകൊണ്ടാണ് BJP നേതാക്കൾക്കും BJPയുടെ റൈറ്റ് വിങ് എലക്ഷൻ മാനേജ്മെൻറ്റ്, അതായത് അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയമെന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് BJPയെ മാത്രമല്ല, റൈറ്റ് വിങ് ഹിന്ദുത്വ പൊളിറ്റിക്സിനെയും ഹാർഡ് കോർ ഹിന്ദുത്വയും ഇന്ത്യയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. ഇതാണ് ഭയം.